Hi all, welcome to my channel. എൻ്റെ പേര് ഷിഫീത. ഇന്ന് നമ്മൾ GSTയിലെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ പർച്ചേസും സെയിലും എങ്ങനെയാണ് ടാലിയിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. GSTയുടെ ഒരു തിയറി വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ? ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് വരുന്ന ട്രാൻസാക്ഷൻസ്, പർച്ചേസോ അല്ലെങ്കിൽ സെയിലോ. അപ്പോൾ ഇവിടെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അവിടെ വരുന്ന രണ്ട് ടാക്സുകളാണ് CGST പ്ലസ് SGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സും. ഇനി നമുക്കിവിടെ രണ്ട് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിന് നെയിം, അതുപോലെ തന്നെ പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ടാക്സ് റേറ്റ്, അതുപോലെ തന്നെ HSN കോഡ് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, അതായത് പർച്ചേസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ അതിൻ്റെ സെയിലും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടാലിയിൽ ചെയ്യാന്നുള്ളത് നോക്കാം. ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യം നമുക്കൊരു കമ്പനീനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി കമ്പനി ഇൻഫോ മെനുവിൽ ക്രിയേറ്റ് കമ്പനി സെലക്ട് ചെയ്തു. ഇനി കമ്പനിയുടെ പേര് കൊടുക്കണം. ഞാനിവിടെ GST ട്രാൻസാക്ഷൻ എന്നാണ് കമ്പനിയുടെ പേര് കൊടുക്കുന്നത്. ഇനി അഡ്രസ്സ്, അതുപോലെ തന്നെ കൺട്രി ഇന്ത്യ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ കമ്പനി ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റ് തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം, എങ്കിലും നമുക്ക് GST ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാനിതിനിവിടെ ആക്സെപ്റ്റ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളത് GSTയുടെ ഫീച്ചർ കൊടുക്കണം. ഫീച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ F11 പ്രസ് ചെയ്തു. അതിൽ F3 സെലക്ട് ചെയ്യുക, അതായത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സ് ആക്ഷൻ എന്നുള്ള ഓപ്ഷന് സെലക്ട് ചെയ്യുക. ഇനി ഇതിൽ ഫസ്റ്റ് ഫീച്ചർ തന്നെ എനബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ബ്രാക്കറ്റിൽ GST തന്നിട്ടുണ്ട്. ആ ഒരു ഫീച്ചറിനെ S ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് എന്ന ഫീച്ചറിനെയും S ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ഇവിടെ സ്റ്റേറ്റ് ചോദിക്കും. അവിടെ ഓൾറെഡി കേരള എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ടൈപ്പ്, അവിടെ രണ്ട് രജിസ്ട്രേഷൻ ടൈപ്പ് ആണുള്ളത്. ഒന്ന് കോമ്പോസിഷനും ഉണ്ട്, റെഗുലറും ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ റെഗുലർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൊടുക്കാനുള്ളത് GST IN നമ്പറാണ്. നമ്മുടെ കമ്പനിയുടെ GST IN നമ്പർ അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ നമ്പറൊന്നും അല്ല കേട്ടോ, ഞാൻ താൽക്കാലികമായിട്ടൊരു നമ്പർ കൊടുത്തേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ ഒന്നും കൊടുക്കാനൊന്നുമില്ല, ആക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊന്ന് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് ടാക്സുകളെ ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് CGST, അതുപോലെ തന്നെ SGST. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോ മെനു സെലക്ട് ചെയ്തു. അതിൽ ലെഡ്ജേഴ്സ് എടുത്തു, ക്രിയേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നെയിം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് CGST ആണ്. നെയിമിൻ്റെ അവിടെ CGST എന്ന് കൊടുക്കുക. അതിൻ്റെ ഗ്രൂപ്പ് ടാക്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രൂപ്പ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നുള്ള ഗ്രൂപ്പിനെ വേണം സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ അതേഴ്സ് ഉണ്ട്, GST ഉണ്ട്. അപ്പോൾ GST നമ്മൾ ചെയ്യുമ്പോൾ അത് GST ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി ടാക്സ് ടൈപ്പ് അവിടെ സെൻട്രൽ ടാക്സ് ഉണ്ട്, സെസ് ഉണ്ട്, ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് ഉണ്ട്, സ്റ്റേറ്റ് ടാക്സ് ഉണ്ട്. അപ്പോൾ CGST ഏതായിരിക്കും? സെൻട്രൽ ടാക്സ് ആണ്. അപ്പോൾ CGST നമ്മൾ സെൻട്രൽ ടാക്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ പെർസെൻറ്റേജ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഇവിടെ പെർസെൻറ്റേജ് കൊടുക്കുന്നില്ല. ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് പെർസെൻറ്റേജ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്ത ടാക്സിനെ ക്രിയേറ്റ് ചെയ്യാം. SGST, നെയിം SGST എന്ന് കൊടുത്തു. അതിൻ്റെ ഗ്രൂപ്പ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് തന്നെയാണ്. ഇനി ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് എന്നുള്ളിടത്ത് GST എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടാക്സ് ടൈപ്പ് SGST എന്തായിരിക്കും? സ്റ്റേറ്റ് ടാക്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് സ്റ്റേറ്റ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി പെർസെൻറ്റേജ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ടാക്സുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് സ്റ്റോക്ക് ഐറ്റംസുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ രണ്ട് ഐറ്റമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, അതിൻ്റെ ടാക്സ് റേറ്റ്, HSN കോഡ്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഇൻവെൻട്രി ഇൻഫോ മെനു സെലക്ട് ചെയ്യുക. അതിൽ സ്റ്റോക്ക് ഐറ്റംസിൽ ക്രിയേറ്റ് കൊടുക്കുക. ഫസ്റ്റ് നമുക്കുള്ള ഐറ്റം ഏതാണ് കൊടുക്കാനുള്ളത്? സോപ്പാണ്. അപ്പോൾ അതിൻ്റെ നെയിം സോപ്പ് എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ ഗ്രൂപ്പൊന്നും ഞാൻ കൊടുക്കണില്ല. യൂണിറ്റ് നോസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സിമ്പിളിൻ്റെ അവിടെ നോസ്, ഫോർമൽ നെയിം, നമ്പേഴ്സ്. ഇനി ഇവിടെ നമ്പേഴ്സ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഇതിൽ സ്റ്റാൻഡേർഡ് റേറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ എത്രയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ടുള്ളത് നോക്കാം. സോപ്പിൻ്റെ പർച്ചേസ് പ്രൈസ് 20ഉം സെല്ലിംഗ് പ്രൈസ് 25ഉം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ള ഓപ്ഷന് എസ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് പർച്ചേസ് പ്രൈസ് 20 കൊടുക്കുക, സെല്ലിംഗ് പ്രൈസ് 25. ഇനി ഇതിൽ GST അപ്ലിക്കബിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് അപ്ലിക്കബിൾ ആയിട്ട് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നോ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ എസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. അതിൽ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കാനുള്ളത്. ഐറ്റത്തിൻ്റെ പേര് തന്നെ കൊടുക്കാം. പിന്നെ HSN കോഡ് കൊടുക്കണം. നമുക്ക് എത്രയാണ് HSN കോഡ് തന്നിട്ടുള്ളത് നോക്കാം. 3520 ആണ് സോപ്പിൻ്റെ HSN കോഡ്. അപ്പോൾ അത് അവിടെ കൊടുക്കുക. HSN കോഡ് എന്നുള്ളിടത്ത് 3520 എന്ന് കൊടുത്തു. ഇനി ചോദിക്കുന്നത് കാൽക്കുലേഷൻ ടൈപ്പാണ്. ഇവിടെ ഓൺ വാല്യൂ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഐറ്റം പ്രൈസ് എന്നുള്ളത് കൊടുക്കരുത്, ഓൺ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. പിന്നെ ടാക്സബിലിറ്റി ആണ്. ടാക്സബിലിറ്റി എന്നുള്ളിടത്ത് ഇപ്പോൾ അണ്ണോ ഉണ്ട്, എക്സംപ്റ്റ് ഉണ്ട്, നിൽ റേറ്റഡ് ഉണ്ട്, ടാക്സബിൾ ഉണ്ട്. എക്സംപ്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് നിന്ന് ഒഴിവാക്കിയതും നിൽ റേറ്റഡ് 0% ആയിട്ടുള്ള ഐറ്റം കൊടുക്കാനും, ടാക്സ് ഉള്ള ഒരു ഐറ്റം ആണെങ്കിൽ ടാക്സബിൾ എന്നുള്ളത് വേണം അവിടെ സെലക്ട് ചെയ്യാനും. ഈ നെക്സ്റ്റ് ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് ചോദിക്കുന്നുണ്ട്. എത്ര % ആണ് നമ്മുടെ ഐറ്റത്തിൻ്റെ ടാക്സ് റേറ്റ്? 18%. അപ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് എന്നുള്ളിടത്ത് 18 എന്ന് വേണം കൊടുക്കാൻ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സെൻട്രൽ ടാക്സും അതുപോലെ തന്നെ സ്റ്റേറ്റ് ടാക്സും വന്നിട്ടുണ്ടായിരിക്കും. 18ൻ്റെ പകുതി സെൻട്രൽ ടാക്സും പകുതി സ്റ്റേറ്റ് ടാക്സും ആയിട്ടാണ് വരിക. ഇനി സെസ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഗുഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സർവീസ് ഒരിക്കലും കൊടുക്കരുത്, ഗുഡ്സ് ആണ്. അപ്പോൾ ഗുഡ്സ് സെലക്ട് ചെയ്യാം. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഒരു ഐറ്റം കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. കോൾഗേറ്റ്, അതിൻ്റെ പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ടാക്സ് റേറ്റ്, HSN കോഡ് തന്നിട്ടുണ്ട്. അപ്പം അതും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഐറ്റം നെയിം കോൾഗേറ്റ് എന്ന് കൊടുത്തു. യൂണിറ്റ് ഞാൻ നോസ് തന്നെയാണ് കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് റേറ്റ് എസ് ആയിട്ട് കൊടുക്കുക. പർച്ചേസ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. പർച്ചേസ് പ്രൈസ് 25 ആണ്, സെല്ലിംഗ് പ്രൈസ് 30. അപ്പോൾ അവിടെ 25 എന്ന് കൊടുക്കുക. സെല്ലിംഗ് പ്രൈസിൻ്റെ അവിടെ 30. ഇനി നമുക്ക് GST അപ്ലിക്കബിൾ എന്നുള്ളത് അപ്ലിക്കബിൾ ആയിട്ട് കൊടുക്കുക. സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് എസ് ആയിട്ട് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ കോൾഗേറ്റ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. HSN കോഡ് എത്രയാണെന്ന് നോക്കാം. 4020 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് കൊടുക്കാം. കാൽക്കുലേഷൻ ടൈപ്പ് ഓൺ വാല്യൂ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടാക്സബിലിറ്റി ടാക്സബിൾ കൊടുക്കുക. ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് എത്രയാണ്? 18 ആണ്, 18 കൊടുക്കുക. അപ്പോൾ അവിടെ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും വന്നിട്ടുണ്ടായിരിക്കും. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ പർച്ചേസ് ആണ് ആദ്യം ചെയ്യാനുള്ളത്. പർച്ചേസ് ഗുഡ്സ് ഫ്രം മോഹൻ ആൻഡ് കമ്പനി, ബ്രാക്കറ്റിൽ കേരള തന്നിട്ടുണ്ട്. സോപ്പ് 50, കോൾഗേറ്റ് 50. ഇതിൽ വരുന്ന ടാക്സുകളാണ് Cgst Sgst. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് പർച്ചേസ് വൗച്ചറാണ് കൊടുക്കാനുള്ളത്. സപ്ലയർ ഇൻവോയ്സ് നമ്പർ ഞാനിവിടെ 1000 കൊടുത്തിട്ടുണ്ട്. ഇനി പാർട്ടി അക്കൗണ്ട് നെയിം ആരാണ് പാർട്ടി എന്നുള്ളത് നോക്കാം. മോഹൻ ആൻഡ് കമ്പനിയാണ്. അപ്പോൾ പാർട്ടിന് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് Alt C കൊടുക്കുക. നെയിമിൻ്റെ അവിടെ മോഹൻ ആൻഡ് കമ്പനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പാർട്ടി ആരായിരിക്കും? സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, കൺട്രി ഇന്ത്യനെയാണ്, അതുപോലെ സ്റ്റേറ്റ് കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇൻട്രാ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ കേരളയാണ്. അപ്പോൾ കേരള എന്നുള്ള സ്റ്റേറ്റ് തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ GST ശരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് വരില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കേരള തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പാൻ നമ്പർ, രജിസ്ട്രേഷൻ ടൈപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ടൈപ്പിൽ തന്നെ ഇവിടെ റെഗുലർ ഉണ്ട്, കൺസ്യൂമർ ഉണ്ട്, കോമ്പോസിഷൻ ഉണ്ട്, അൺരജിസ്റ്റേർഡ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ റെഗുലർ ആണ് കൊടുക്കുന്നത്. നമ്മുടെ പാർട്ടി ഏത് ടൈപ്പാണോ ആ ടൈപ്പ് വേണം ഇവിടെ സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ GST IN നമ്പർ ചോദിക്കുന്നുണ്ട്. GST IN നമ്പർ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക.
ഇനി സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ SI കൊടുക്കുകയാണെങ്കിൽ ഇതിൽ വേറെയും ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കാനുണ്ട്. അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി പർച്ചേസ് ലെഡ്ജറാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ പർച്ചേസ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നെയിം പർച്ചേസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പർച്ചേസിൻ്റെ അണ്ടർ വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ആണ്, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ GST അപ്ലിക്കബിൾ ആയിട്ട് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സപ്ലൈ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഗുഡ്സും സർവീസും ഉണ്ട്, അപ്പോൾ ഗുഡ്സ് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി ആക്സെപ്റ്റ് ചെയ്യാം. അടുത്തത് നെയിം ഓഫ് ഐറ്റം ആണ്. നമുക്ക് 2 ഐറ്റം ആണല്ലേ ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്. എത്രയാണ്? സോപ്പ് 50, അതുപോലെ തന്നെ കോൾഗേറ്റ് 50 ആണ്. അപ്പോൾ ഈ 2 ഐറ്റത്തിന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ സോപ്പ് കൊടുക്കുകയാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി 50 കൊടുത്തു. ഓൾറെഡി നമ്മൾ പർച്ചേസ് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ റേറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. അടുത്ത ഐറ്റം കോൾഗേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ക്വാണ്ടിറ്റി 50 തന്നെയാണ്, 50 കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് 2 ടാക്സുകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി നമ്മൾ 2 ടാക്സുകളും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. CGSTയും അതുപോലെ തന്നെ SGSTയും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് CGSTനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ കണ്ടോ ടാക്സ് റേറ്റ് അവിടെ വന്നിട്ടുണ്ട് 202.50. ഇനി അടുത്ത ടാക്സും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക, SGST. അതും 202.50 ഡിവൈഡ് ചെയ്തിട്ടാണ് വരിക. ഇനി മൊത്തം ടാക്സ് ഓരോ ഐറ്റത്തിനും എത്രയാണ് ടാക്സ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി ഇവിടെ നിന്ന് Alt A പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പർച്ചേസ് ടാക്സബിൾ 2250 രൂപ, അതിൻ്റെ ടാക്സ് വരുന്നത് 405 ആണ്. ഓരോ ഐറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോപ്പ് 1000, അതിൻ്റെ ടാക്സ് 180. അതുപോലെ തന്നെ കോൾഗേറ്റ് 1250, അതിൻ്റെ ടാക്സ് 225. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി അടുത്തത് നോക്കാം. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ സെയിലാണ്. സോൾഡ് ഗുഡ്സ് ടു ശ്യാമാൻ കമ്പനി കേരള. സോപ്പ് 25, കോൾഗേറ്റ് 25, അതിൽ ടാക്സ് CGST SGST. ഇനി അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്തു, റഫറൻസ് നമ്പർ കൊടുത്തു. ഇനി പാർട്ടി അക്കൗണ്ട് നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, Alt C. ഇവിടെ പാർട്ടിന് തന്നിട്ടുള്ളത് ശ്യാമാൻ കമ്പനിയാണ്, അപ്പോൾ പാർട്ടിന് പേര് കൊടുത്തു. ഇനി ഇതിൻ്റെ ഗ്രൂപ്പ് സെയിൽ ആയതുകൊണ്ട് തന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ് ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ മെയിൻ്റെനൻസ് ബാലൻസ് ബില്ല് എന്നുള്ളൊരു ഓപ്ഷൻ വരും, അത് S ആയിട്ട് കൊടുക്കണം. നമുക്ക് ബില്ല് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലും സ്റ്റേറ്റ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഇൻട്രാ സ്റ്റേറ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളയാണ് സ്റ്റേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി ഇതിൽ പാൻ നമ്പർ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണെങ്കിൽ റെഗുലർ കൊടുക്കുക. അതുപോലെ തന്നെ GST IN നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി ആക്സെപ്റ്റ് ചെയ്യാം. ഇനി സെയിൽസ് ലെഡ്ജറാണ് ചോദിക്കുന്നത്. സെയിൽസ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നെയിം സെയിൽ കൊടുക്കുക, അതിൻ്റെ ഗ്രൂപ്പ് സെയിൽ അക്കൗണ്ട് കൊടുക്കുക. ഇതിൽ GST അപ്ലിക്കബിൾ ആയിട്ട് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി ആക്സെപ്റ്റ് ചെയ്യാം. ഈ നെയിം ഓഫ് ഐറ്റം, ഏതൊക്കെ ഐറ്റം ആണ് സെയിൽ ചെയ്യുന്നത്, എത്ര ക്വാണ്ടിറ്റി ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ സോപ്പ് 25, അതുപോലെ തന്നെ കോൾഗേറ്റ് 25 ആണ്. അപ്പോൾ ആ ക്വാണ്ടിറ്റി കൊടുക്കും. ഫസ്റ്റ് ഞാൻ സോപ്പ് സെലക്ട് ചെയ്തു, അതിൻ്റെ ക്വാണ്ടിറ്റി 25 കൊടുത്തു. സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തതാണ്, അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. അടുത്ത ഐറ്റം കോൾഗേറ്റ് ആണ്, കോൾഗേറ്റിന് കൊടുത്തു, അതിൻ്റെ ക്വാണ്ടിറ്റിയും 25 കൊടുത്തു. ഇനി ഇതിൽ നമുക്ക് 2 ടാക്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഞാൻ CGST കൊടുത്തിട്ടുണ്ട്, അവിടെ ടാക്സ് വന്നു 123.75. ഇനി അടുത്ത ടാക്സ് SGST കൊടുക്കാം, അത് 123.75 ഡിവൈഡ് ചെയ്തിട്ടാണ് വരിക. നമുക്കൊന്ന് Alt A കൊടുത്തു നോക്കാം. സെയിൽസ് ടാക്സബിൾ 1375, അതിൻ്റെ ടാക്സ് 247. ഓരോ ഐറ്റം നോക്കുകയാണെങ്കിൽ സോപ്പ് 625, ടാക്സ് 112. അതുപോലെ തന്നെ കോൾഗേറ്റ് 750, ടാക്സ് 135. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെയിൽസും ചെയ്തു. ഇനി നമുക്കിതിൻ്റെ റിപ്പോർട്ട് നോക്കണം. അതിന് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക. അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് സെലക്ട് ചെയ്യാം. അതിൽ GST സെലക്ട് ചെയ്യാം.
അപ്പോൾ അതിൽ GSTR1 ഉണ്ട്, GSTR2 ഉണ്ട്, GSTR3B ഉണ്ട്. GSTR1 എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ടോട്ടൽ സെയിൽസിൻ്റെ റിപ്പോർട്ടാണ് ഉണ്ടായിരിക്കുക. അതുപോലെ GSTR2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ടോട്ടൽ പർച്ചേസിൻ്റെ റിപ്പോർട്ടാണ് ഉണ്ടാവുക. അപ്പോൾ GSTR1 നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ആ മാസം ചെയ്തിട്ടുള്ള എല്ലാ സെയിൽസിൻ്റെ റിപ്പോർട്ട് കാണും. അപ്പോൾ GSTR1 ആണിത്. ഇതിൽ റിപ്പോർട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1 എന്നുള്ളടത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ സെയിൽ ചെയ്ത ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാം, അതിൻ്റെ ടാക്സബിൾ വാല്യൂം, അതുപോലെ തന്നെ സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ് ഒക്കെ അവിടെ ടാക്സ് എമൗണ്ട് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഇനി GSTR2 നോക്കുകയാണെങ്കിൽ അതിൽ പർച്ചേസിൻ്റെ റിപ്പോർട്ടാണ് കാണുക. ഇൻവോയ്സ് 1 അതുപോലെ ടാക്സബിൾ വാല്യൂ ഉണ്ട്, ടോട്ടൽ ടാക്സ് ഉണ്ട്, ടാക്സ് എമൗണ്ട് ഒക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. GSTR3B നോക്കുകയാണെങ്കിൽ അതിലും റിപ്പോർട്ട് കാണിക്കും. ഇനി ഇതിൽ GSTR2 ആണ് ഇപ്പോൾ ഫയലിംഗ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് GSTR2നെ സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൽ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ മേലെ കാണാം പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുത്താൽ മതി, എസ് കൊടുത്താൽ മതി. അപ്പോൾ അത് പ്രിൻ്റായിട്ട് വരും, ഇപ്പോൾ താഴെ വരും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രിൻ്റ് അവിടെ കാണിക്കും. പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാനും സാധിക്കും. ഇതാണ് അതിൻ്റെ പ്രിൻ്റ്. ഇനി ഇത് മറ്റു ഫോർമാറ്റുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഫോർമാറ്റ് എന്നുള്ളടത്ത് ഇപ്പോൾ നമുക്ക് എക്സലിലേക്കാണ് ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏതാ ആവശ്യമുള്ളത് അതിലേക്ക് മാറ്റാം. അപ്പോൾ എക്സൽ സ്പ്രെഡ്ഷീറ്റാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ സേവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എക്സലിലേക്ക് എക്സ്പോർട്ടായിട്ട് വരും. അപ്പോൾ ഈ ഫോർമാറ്റിലും നമുക്ക് ഫയലിംഗ് ചെയ്യാം. ഇനി ഫയലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഓപ്പൺ GST പോർട്ടൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് GST പോർട്ടലിൽ കയറാം. ഇനി അതിൽ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അപ്പോൾ കമ്പനിയുടെ കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. അതിൽ റിട്ടേൺ ഡാഷ്ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫിനാൻഷ്യൽ ഇയറും അതുപോലെ തന്നെ മന്തൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് GST ഫയലിംഗ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. GSTയിലെ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.